ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു വൺ ഡേ ട്രിപ്പ് ടൂർ പോണ്. കുറേ പ്രായമായ ചേച്ചിമാരെയൊക്കെ കൊണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റിന് പോയിട്ട് സേലത്തിറങ്ങി അവിടെ നിന്ന് ഒരു വണ്ടി ട്രിപ്പ് എടുത്ത് ഡാം കാണാൻ പോയി. പിന്നെ അവിടെയുള്ള ഒരു ചെറിയ പാർക്കുകളുണ്ട്, അതൊക്കെ കണ്ട് ഞങ്ങൾ വൈകിട്ട് ഇന്ന് തന്നെ ഞങ്ങൾ തിരിക്കും. 11:55 ട്രെയിൻ, അതിന് സ്ലീപ്പർ കോച്ച് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ 24 പേരാണ് ഞങ്ങൾ പോണത്. അപ്പോൾ വയസ്സായ ചേച്ചിമാരും കൊണ്ട് പോണേ. അവർക്ക് ഫ്ലൈറ്റ് കയറാനുള്ള ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ആരും അത് മുൻകൈ എടുത്ത് ചെയ്യാനില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ അത് കൊണ്ട് പോകണവരെ സന്തോഷിക്കാൻ, അവരുടെ സന്തോഷമുള്ള നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സന്തോഷം പങ്കിടാനായിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ ഇന്ന് തയ്യാറായി പോകണം. പിന്നെ 24 പേരാണ് നമ്മൾ പോണത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇനി നമ്മൾ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. ഇനി ഫസ്റ്റ് ബാച്ചാണിത്. രണ്ടാമത്തെ ബാച്ചിനും ഇതേപോലെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്ക് പലർക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. പെട്ടെന്ന് നമുക്കിത് പോകാൻ ടിക്കറ്റ് അങ്ങനെ ഒരു 2 മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇനിയുള്ള ബാച്ചുകാരെ ഇനി വീണ്ടും ഒരു സമയത്ത് അവരെ കൊണ്ടുപോകും. അപ്പം നമ്മൾ പോട്ടെ, നമുക്ക് വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരും ഇതേപോലെ നടിപ്പിച്ച് ആരെങ്കിലുമൊക്കെ ഒരു റിസ്ക് എടുത്ത് ഉത്തരവാദിത്തോടുകൂടി ഇങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോ കാണാം കേട്ടോ. ചെറുക്കൻ ബാക്കി തരാൻ പറഞ്ഞെങ്കിൽ ബാക്കി തരാൻ പറ. പോരാ സീറ്റായില്ലേ? ഇതെവിടെ ഇരിക്കവരാണ്?
അപ്പുറത്തേക്ക് കട അവിടേക്കില്ല, അങ്ങോട്ട് കട അവിടേക്ക്. എടുത്തെടുത്ത കുഴപ്പമില്ല, കുഴപ്പമില്ല. അവിടെ നിന്ന് പറയണം കൂടെ കളയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുഴപ്പമില്ലാന്ന് പറഞ്ഞ ഒരു സാധനം എടുത്ത് വെച്ചിട്ടാ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഞങ്ങളുടെ ചേച്ചിമാരുടെ എല്ലാവരും ഉണ്ട്. എത്തി ഗൈസ്. ഞങ്ങളിവിടെ സീറ്റിങ്ങിൽ ഇരിക്കുന്നു. ഫ്ലൈറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ചാലക്കുടി കൂട്ടിയായിട്ടാണ് ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ടാണ് പോണത്. ശിവ കൊടകരിയാണ് വീട്. കൊടകരിയല്ലേ വീട്? ഹസ്ബൻഡിനെയും കുട്ടികളൊക്കെ അവിടെ ഇട്ടിട്ടാണ് വന്നതാണ് കേട്ടോ. വീടിൻ്റെ അടുത്തുള്ള ചേച്ചീന് ഒരുമിച്ച് തൊഴിലുറപ്പിന് പോയ ടീമുകളുണ്ടാവും. ഇവരൊക്കെ വീടിൻ്റെ അടുത്തുള്ളവരാണ്. നമ്മുടെ ശിങ്കരിക്കുട്ടീന് എല്ലാത്തിനും ഓടി വരുന്നതിന്, എല്ലാ ടൂറിനും എല്ലാത്തിനും ഒന്നും വിട്ട് കളയില്ല കേട്ടോ. ഞങ്ങളുടെ ഗണത്തിലുള്ളത്, ഗണത്തിലുള്ള ഞങ്ങളുടെ പ്രസിഡന്റ് ഇതിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ. ഞങ്ങളുടെ സ്കൂൾ ഡ്രൈവർ ബസ്സിൻ്റെ. ഞങ്ങളിങ്ങനെ ഒരു ബാച്ചായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. ഒരു 1.5 മണിക്കൂർ വൈകി വരുള്ളൂ. അപ്പോൾ ഞാൻ ഇരിക്കണം. എല്ലാവരും ഊണൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്തിരിക്കണം. ഇത് വീടിൻ്റെ അടുത്തുള്ള ചേച്ചീനെയാണ് തൊഴിലുറപ്പിനൊക്കെ പോകുന്നത്. തൊഴിലുറപ്പിൻ്റെ ചേച്ചിമാരാണ്. ഞങ്ങൾക്കൊക്കെ പോകണമെന്ന് ഒരിക്കലും ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഇങ്ങനെയൊക്കെ പോകുന്നത്. ഞങ്ങൾക്കങ്ങനെ ഒരു അവസരം കിട്ടി. ഇവരെല്ലാവരും കൊണ്ട് പോകുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ചേച്ചി എങ്ങനെയുണ്ട് ഇങ്ങനെ പോകാനായിട്ട്? സന്തോഷമായി. ചേച്ചിക്ക് ഇങ്ങനെ പോകാനായിട്ട് കെട്ടിയനൊക്കെ വീട്ടിലാക്കിക്കൊണ്ട് വന്നാലേ ആളുടെ കെട്ടി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അമ്പേച്ചി. ഇവരൊക്കെ കുറേ പ്രായമായി. ഇവർക്കൊന്ന് പോകുന്ന ആഗ്രഹങ്ങൾ കണ്ട ഇവരുടെയൊക്കെ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റുക. ഇവർ സംസാരിക്കില്ല എന്ന് വെച്ചാൽ തൊഴിലുറപ്പിൻ്റെ എല്ലാത്തിലും നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതാണ്. 100 പണിയൊക്കെ തയ്ക്കുന്ന ആൾക്കാരാണ്. സംസാരിക്കില്ല. അപ്പോൾ അവരൊക്കെ കൊണ്ടുപോവാണ്. ഓക്കെ, ഞങ്ങൾക്കൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ അത്ര നേരം ഇവിടെ വിശ്രമിക്കണം.